ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് ആണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നാളത്തെ കഥയല്ല, ഇത് അപ്കമിംഗ് വിശേഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ഇപ്പൊ രേവതിക്കുട്ടിയുടെ വീട്ടിലാണ്, അതായത് രേവതിക്കുട്ടിയുടെ വീട്ടിൽ മീൻസ് നമ്മുടെ മാമച്ചന്റെയും ഗ്രേസിയുടെയും വീട്ടിലാണ് രോഹിത്തും അലീനയും ഉള്ളത്. അപ്പം അവരവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അലീനയ്ക്ക് കുറച്ച് ജോലിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാൻലിയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലി ആരാണെന്ന് അറിയാം, സ്റ്റാൻലി ജീവിച്ചിരിപ്പുണ്ടോ, സ്റ്റാൻലി എവിടെയാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ അലീനയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് നമ്മുടെ ബാലചന്ദ്രന് ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഈ സമയത്ത് ഗംഗാധര മേനോനും നമ്മുടെ ശിവശങ്കര മേനോനും ഒക്കെ ഒന്നിക്കുകയാണ്. അവര് രണ്ടുപേരും കൂടെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സീനായിരുന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു ബാലചന്ദ്ര മേനോന്റെ അന്വേഷണം തടയണം. സ്റ്റാൻലിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പല കുടുംബങ്ങൾ തകരുന്നതിന് ഒരു അവസ്ഥയാകും. ഇനിയിപ്പോ സ്റ്റാൻലിക്ക് കുടുംബം ഉണ്ടെങ്കിൽ അത് തകരും, അതുപോലെ തന്നെ പല പല കുടുംബങ്ങൾ തകരും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുമൊക്കെ നമ്മുടെ ഗംഗാധരൻ ഇച്ചിരി നെറിയുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ ഈ സ്റ്റാൻലിയുടെ അന്വേഷണം നിർത്തണം. അലീനെ സേഫ് ആക്കിയാൽ മതിയല്ലോ, അലീനെ സേഫ് ആക്കണം. എല്ലാം എങ്ങനെയെങ്കിലും എന്താ പറയുക, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകാനുള്ള ഒരു തത്രപ്പാടിലാണ് ഗംഗാധര മേനോൻ. അപ്പൊ ഗംഗാധരൻ മേനോൻ പറഞ്ഞു വെക്കുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും ബാലചന്ദ്ര മേനോനെ പറഞ്ഞു മനസ്സിലാക്കണം. ബാലചന്ദ്ര മേനോനോട് സ്റ്റാൻലിനെ തപ്പി കണ്ടുപിടിക്കണ്ട. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കള്ളക്കഥ മെനയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് ശിവൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ശിവൻ പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, ഇനി കള്ളം പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ബാലചന്ദ്രന്റെ അടുത്ത് നമ്മൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് വാക്കുകൾ പോലും കിട്ടത്തില്ല. അവന്റെ മുമ്പിൽ ഇപ്പൊ നമ്മൾ വെറും പുഴുക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇനി കള്ളം പറഞ്ഞിട്ട് ആരുടെയും ജീവിതം പടുത്തുയർത്തുവൊന്നും വേണ്ട, നേരായ മാർഗത്തിലൂടെ പോയാൽ മതി എന്ന് ശിവനോട് പറയാണ്. അപ്പം ശിവൻ ഗംഗാധരൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒരു ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തുകയാണ്. അപ്പൊ ഇത് ഇടയ്ക്കും മുട്ടിനും ഒക്കെ അതും ഇതും ഒക്കെ നമ്മുടെ കമല കേൾക്കുന്നുണ്ട്. കമലയ്ക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം എന്ന്. കമലയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഒന്നും അറിയത്തില്ലല്ലോ. വൈജയ്ക്ക് ഒരു കൊച്ചുണ്ടായിരുന്നെന്നോ, വൈജയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നെന്നോ, ഗംഗാധര മേനോന്റെ കൂടെ നിൽക്കാൻ പോയ സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതൊന്നും നമ്മുടെ കമലയ്ക്ക് അറിയത്തില്ല. പക്ഷെ കമല ഇവരുടെ ഈ രഹസ്യം പറച്ചിലും സംസാരവും ഒക്കെ കേട്ടപ്പോഴത്തേക്കും കമല വിചാരിക്കുന്നത് കമല അറിയാതെ ഇവര് വേറെ എന്തോ കാണിച്ചു കൂട്ടുകയാണ്, കമല അറിയാതെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് കമലയുടെ വിചാരം. അപ്പം കമലയാണെങ്കിലും ഓടിച്ചെന്ന് ശിവശങ്കരമേനോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഗംഗേട്ട വരുമ്പോൾ നിങ്ങൾക്കുള്ളത് ഒരു രഹസ്യം പറച്ചിലും കൂടിക്കാഴ്ചയൊക്കെ, എന്താണ് ഞാൻ അറിയാതെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോട് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ ഇങ്ങനെ രഹസ്യം പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടന്നോ, അവൻ അവിടെ കിടക്കുക, ജയിലിൽ കിടക്കുക, അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കാര്യവും നോക്കി നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മോന്റെ ജീവിതം പോകുമല്ലോ എന്ന് പറയുമ്പോൾ എന്റെ പൊന്നു കമലെ, നീ ഒന്ന് നിർത്തി. ഇത് കേട്ട് ഞാൻ മടുത്തു. ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, എത്തിപ്പിടിക്കാത്ത ഇടങ്ങളില്ല. എന്നിട്ട് എന്താ പറ്റിയത്? എനിക്ക് അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റിയോ? ഒരിക്കലും പറ്റണില്ല. കാരണം എന്താ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാ. പിന്നെ ആ പോസ്കോ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തൊന്നും പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഹരിയുടെ അച്ഛനാന്ന് പറഞ്ഞ് ചെല്ലുന്ന സ്ഥലത്തെല്ലാം അവിടെ എന്നെ ആട്ടിപ്പായ്ക്കുക ചെയ്യുന്നത് ആൾക്കാര്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി കച്ച കെട്ടി ഇറങ്ങ് നിന്റെ മകനെ രക്ഷിക്കാനായിട്ട്. അല്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താ കമലെ നിന്നോട് പറയുന്നത്? പിന്നെ എന്റെ പെങ്ങളുടെ കാര്യം പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും നോക്കുവോ? അവള് ഞങ്ങൾ ഒരു ചോരയല്ലേ, അപ്പം പിന്നെ അവളുടെ കാര്യം ഞാൻ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചോരയുടെ കാര്യം നോക്കിക്കൊണ്ട് അങ്ങ് നടന്നാൽ മതി, സ്വന്തം ചോര അപ്പോഴത്തേക്കും അതോ ഗതിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഗംഗാധരൻ ഈ സമയത്ത് നമ്മുടെ കമലയെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. കമലെ, ഞാൻ പറയുന്ന നീ വ്യക്തമായിട്ടൊന്ന് കേൾക്കണം. കമല എന്തിനാ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നത്? കമലയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, ഒരമ്മയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. സ്വന്തം മകൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഇതുപോലെ വേദന ഉണ്ടാകും, അതെനിക്കറിയാം. പക്ഷേ ശിവന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അമ്മ ആണ് കമലയെങ്കിൽ ഒരച്ഛനാണ് ശിവന്. അവന് പരമാവധി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഹരീനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. അത് നിങ്ങൾക്കിപ്പം പുറത്തിറങ്ങി ഒന്ന് നോക്കിയാൽ അറിയാം. നീ ഇപ്പം ഈ വീട്ടിനകത്ത് ഇരിക്കുന്നോണ്ട് നിനക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവന് ഇപ്പം വേണ്ടത് കുറച്ച് സമാധാനം. നീ കുറച്ച് സമാധാനം കൊടുക്കെന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും ചേട്ടനും അനിയന്മാരും എല്ലാം ഒരുമിച്ചാണല്ലോ, ഞാനാണല്ലോ, ഞങ്ങൾ വേറെ വന്നതല്ലേ, ഞാൻ വേറെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങളെ കാണത്തുള്ളൂ. എനിക്കറിയാം, ഞാൻ എത്ര സ്നേഹിച്ചാലും
ഇങ്ങോട്ടേക്ക് നിങ്ങൾ എന്നെ അന്യ സ്ത്രീ ആയിട്ട് തന്നെ കാണത്തുള്ളൂ. അതങ്ങനെയാണല്ലോ വീട്ടിൽ കയറി വരുന്ന മരുമക്കളോടും അനിയത്തിമാരോടും ചേച്ചിമാരോടും ഒക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇടപെടത്തുള്ളൂ, എനിക്കറിയാന്ന് പറഞ്ഞിട്ട് കമല അങ്ങ് പോയപ്പോഴത്തേക്കും ശിവൻ പറഞ്ഞു, എന്തിനാ വെറുതെ ഗംഗേട്ടാ അവളോട് ഓരോന്ന് പറഞ്ഞ് ജയിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റത്തില്ല. അവളെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവള് ചെയ്യത്തുള്ളൂ. നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അവൾ എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്തോരം പറഞ്ഞു കൊടുത്താലും അതിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. ഞാൻ ഇപ്പൊ മൈൻഡ് ചെയ്യാറില്ല. ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയുക ഞാനും മനുവും ചെയ്യുന്നത്. അല്ലാതെ വേറൊരു രക്ഷയില്ല എനിക്ക്. സത്യം പറഞ്ഞ സമാധാനം ഇല്ലാഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചത്. പക്ഷേ ഇവിടെ ഈ കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, തിരിച്ചു പോകാൻ പറ്റുമോ? അതുമില്ല. സത്യം പറയാലോ, ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഒരു വശത്ത് വൈജ, മറുവശത്ത് മകന്, ഇതെല്ലാം കൂടെ എന്റെ തലയിൽ കയറിയിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരൻ ശിവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അലീനയും രോഹിത്തും തിരിച്ചു വരാനുള്ള തത്രപ്പാടിലാണ്. അപ്പൊ തിരിച്ചു വരാൻ വേണ്ടി അവര് ഒരാഴ്ചയൊക്കെ അവിടെ പോയി നിന്നു. അലീന അവിടെ നിന്നു, രോഹിത്ത് അവിടെ നിന്നു. രോഹിത്തും നമ്മുടെ ശരണ്യല്ലോ സോറി രേവതിയും തമ്മിൽ ആദ്യം വഴക്കൊക്കെ ആയിരുന്നുവെങ്കിൽ രോഹിത്തിന് മനസ്സിലായി ശരണി ഒരു പാവമാണെന്നും ഈ എടുത്ത് ചാടി സംസാരിക്കുന്ന ആ ഒരു വായാടിത്തരം മാത്രമേ ഉള്ളൂ, ശരണി വെറും പാവമാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു കൂട്ടും ആ ഒരു ബന്ധമൊക്കെ വളർന്നു. ആ ഒരാഴ്ച കൊണ്ട് രേവതി എന്താണെന്നും രോഹിത് എന്താണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്തു. അങ്ങനെ അവര് ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ദിവസം ആ വീട്ടില് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അലീനയും രോഹിത്തും പോകുക എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കും ഭയങ്കര ഒരു വിഷമം, അതുപോലെ ഗ്രേസിക്കും മാമച്ചനും ഒക്കെ ഭയങ്കര ഒരു വിഷമം കേട്ടോ. അങ്ങനെ രോഹിത്തിന് അവര് പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയും രോഹിത്തിന്, അതായത് സ്വന്തം മകനോട് എന്ന പോലെ തന്നെയാണ് പെരുമാറുന്നത്. പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ അലീനയ്ക്ക് പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവര് വണ്ടിയിൽ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിലേക്ക് വിടാൻ വേണ്ടി തുടങ്ങണം. അപ്പം ഇവര് പറഞ്ഞു ഞാൻ വേണേ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന പറഞ്ഞു വേണ്ട, ഇപ്പം അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ബസ്സിന് കയറി പൊക്കോളാം, ഇപ്പൊ സ്റ്റാൻഡിൽ വരെ കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും രോഹിത്തിനെയും കൊണ്ടാക്കാൻ വേണ്ടി മാമച്ചനും നമ്മുടെ രേവതിയും ഗ്രേസിയൊക്കെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയത്തും നമ്മുടെ രേവതിക്ക് ഇവരെ പിരിയാനായിട്ട് പറ്റുന്നില്ല. രേവതി പറയുന്നുണ്ട് ഇന്ന് പോകണ്ട ചേച്ചി, 2 ദിവസം കൂടെ നിന്നിട്ട് പോകാന്നപ്പോ അതൊന്നും ശരിയാവില്ല, പോയേ പറ്റത്തുള്ളൂ. അപ്പൊ മാമച്ചൻ ഇതിന്റെ ഇടയിൽ ഒരു ജോലി നമ്മുടെ അലീനയ്ക്ക് 2-3 സ്ഥലത്ത് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഒരു കോൺവെന്റിൽ അങ്ങാണ്ട് ഒരു ജോലി സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനങ്ങാണ്ട് ഇനിയിപ്പോ ഒരാഴ്ചക്കുള്ളിൽ വരാം, അങ്ങോട്ടേക്ക് കോൺവെന്റിൽ അങ്ങാണ്ട് വരാം. അവിടെ വേറൊന്നുമല്ല, ഈ ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയൊക്കെ തന്നെയാണ്. അവിടെയുള്ള രോഗികളെയും അമ്മമാരെയൊക്കെ പരിചരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിയൊക്കെ തന്നെയാണ്. അപ്പൊ അലീനയ്ക്ക് അത് ഭയങ്കര താല്പര്യമുള്ള കേസാണല്ലോ. അപ്പൊ അതുകൊണ്ട് അലീന എന്നാ പിന്നെ ആ ജോലി തന്നെ നോക്കാന്നൊക്കെ പറഞ്ഞ് ആ ജോലിയൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് അലീന ഇവിടുന്ന് പോകുന്നത്. ഏതായാലും ജോലിക്കാരിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്കും കുറച്ച് സംതൃപ്തിയൊക്കെ ആയി. അലീനയ്ക്ക് ഇനിയിപ്പം അവിടെ നിന്നില്ല എങ്കിൽ അലീനയുടെ ഒരു ആഗ്രഹമാണല്ലോ ഇങ്ങനെ ശുശ്രൂഷ നടത്തുക, പാവങ്ങളെ സഹായിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അലീനയ്ക്ക് ആ ഒരു ജോലിയോട് വലിയ താല്പര്യമൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വരും. ഞാൻ ഏതായാലും ഇങ്ങോട്ട് തന്നെയല്ലേ മോളെ തിരിച്ചു വരാൻ പോകുന്നത്, വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ ഏതായാലും പോയി അവിടെ ഒരാഴ്ചയും കൂടെ നിന്നിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ആക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ശരിയാക്കാം, ഞാൻ വരും, മോള് കരയാതെ എന്നൊക്കെ പറഞ്ഞ് രേവതിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ രോഹിത്തിനോട് കുറെ സോറിയൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി. ഞാൻ വേറെ ഒന്നും കൊണ്ടും അല്ല, എന്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്റെ സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്, എന്നോട് സ്നേഹമുള്ളവരോടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ. നിങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ആരൊക്കെയോ എനിക്ക് ഉള്ളതുപോലെ ആയിരുന്നു. ഞാനും അലീന ചേച്ചിയൊക്കെ അറിയാലോ, അനാഥാലയത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് അവിടെ ഉള്ളവർ തന്നെയായിരുന്നു കൂട്ടിപ്പ്. എന്തോ ഒരു ഭാഗ്യം, ഞങ്ങൾ ബ്രിജിത്താമ്മ ചെയ്ത ഭാഗ്യമായിരിക്കാം, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ട്. അതുപോലെ എന്റെ അലീന ചേച്ചീനെ നിങ്ങളിപ്പം പൊന്നുപോലെ നോക്കുന്നുണ്ട്, അലീന ചേച്ചീനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ രോഹിത്തിനോടും ഇങ്ങനെ പറഞ്ഞിട്ട് അവര് യാത്ര അയക്കുകയാണ്. അങ്ങനെ രോഹിത്തും അലീനയും ബസ്സിൽ കയറി നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പൊ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി ഒരു ഓട്ടോയും പിടിച്ചിട്ടാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നതും കൃഷ്ണ ഓടി വരികയാണ്. കൃഷ്ണയ്ക്കും ബബിതയ്ക്കും എന്തോ ജീവശ്വാസം തിരിച്ചു കിട്ടിയ പോലെയാണ് കേട്ടോ. എന്തോ ഒരു ശ്വാസം തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഓടി വന്നിട്ട് ഹോ എന്റെ ദൈവമേ, ഇപ്പോഴാ സത്യം പറഞ്ഞ നേരെ ചൊവ്വ ഒന്ന് ശ്വാസം വിടുന്നത്. അലീന ചേച്ചി ഇങ്ങ് കയറി വന്നേന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ട് ഇവിടെ വന്ന് ഇരുന്നേ, അല്ല പോയിട്ട് എന്നാ എത്ര ദിവസം ഇവിടെ നിന്ന് പോയിട്ടെന്ന് വല്ല വിചാരമുണ്ടോ? ഇവിടെ ഉള്ളവർ തിന്നോ കുടിച്ചോ, ഇത് വല്ലതും തിരക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവർ തിന്നോ കുടിച്ചോ എന്നൊക്കെ ഞാൻ തിരക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാനിവിടെ 2 പ്രാപ്തിയായ സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് എന്റെ അച്ഛനെ, പിന്നെ പേടിക്കാൻ എന്താ ഇരിക്കുന്നത്? ബബിതയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കും. പിന്നെ നിന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ.
നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഇവിടെ എങ്ങനെയാ നോക്കേണ്ടത് പഠിപ്പിച്ചിട്ടല്ലേ ഞാൻ പോയതെന്ന് പറഞ്ഞപ്പോ, ഓ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടായിരുന്നല്ലോ അല്ലെ, രേവതി കുട്ടിയുടെ പുറകെ ആയിരുന്നായിരിക്കും എല്ലാവരും. എനിക്കറിയാം അങ്ങനെ തന്നെ ആയിരിക്കും വരത്തുള്ളൂ, അതുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം അവിടെ നിന്നതെന്ന് പറഞ്ഞപ്പോ, മോളെ അതും കൊണ്ടൊന്നും അല്ല, എനിക്ക് രേവതിക്കുട്ടി, നീയും ബബിതയും രോഹിത്തും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പിന്നെ അവിടെ നിന്നത് വേറൊന്നും അല്ലല്ലോ, എനിക്ക് ജോലിയുടെ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആക്കണമായിരുന്നല്ലോ. എന്നിട്ട് എന്താ ജോലിയുടെ കാര്യം സെറ്റ് ആക്കിയോ? ജോലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു കോൺവെന്റിലാണ് ഞാൻ ജോലിക്ക് കയറാൻ പോകുന്നത്. കുറച്ച് അന്തേവാസികളൊക്കെ അവിടെ ഉണ്ട്, അവരെയൊക്കെ സൂക്ഷിക്കണം, അവർക്ക് മരുന്നൊക്കെ കൊടുക്കണം, അതുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതൊക്കെയാണ് എന്റെ ജോലി. ഏതായാലും എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി തന്നെയല്ലേ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അപ്പം സത്യമായിട്ട് അലീന ചേച്ചി ഇവിടുന്ന് പോവാ, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്? അത് പിന്നെ മോളെ നീ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഇവിടുന്ന് പോയല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് തന്നെയല്ലേ വന്നത്. എന്റെ ഇവിടുത്തെ ജോലി കഴിയുമ്പോൾ പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, ഓ പിന്നെ ഇവിടുത്തെ ജോലി തീർന്നെന്ന് ആരാ പറഞ്ഞ്? ഇവിടുത്തെ ജോലി അങ്ങനെ തീരത്തൊന്നുമില്ല. ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണോ അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നതെങ്കിലേ വെറുതെയാ. അലീന ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യത്തില്ല. ഞാൻ പഴയ പടി തന്നെ അഹങ്കാരിയാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇനി ഒരിക്കലും എന്റെ ബബിത മോൾ അഹങ്കാരി ആവില്ലെന്ന് എനിക്കറിയാം. ഇനി ഞാൻ പറയുന്നതും അച്ഛൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം. ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞതല്ലേ, റിസൾട്ട് ഒക്കെ വരുന്നത് വരെ ഇവിടെ അച്ഛനെയും ഇവരെയൊക്കെ നോക്കി ബബിത വേണം എല്ലാം നോക്കി കൈകാര്യം ചെയ്യാനായിട്ട്. കൃഷ്ണമോള് കുഞ്ഞല്ലേ, അവള് ഇച്ചിരി കൂടെ വളരട്ടെ. ഏതായാലും അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും, അച്ഛൻ രാവിലെ പോയതാ. അച്ഛന് എന്തോ ഇന്ന് ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ഇന്ന് രാത്രി ലേറ്റ് ആവുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവനും ബാലചന്ദ്രനല്ല, ഗംഗാധര മേനോനും കൂടെ ചേർന്ന് ബാലചന്ദ്രനെ വിളിക്കാണ് കേട്ടോ. അങ്ങനെ ഗംഗാധരനാണ് വിളിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് എന്താ അളിയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ബാലനെ കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ ഈ ബാലചന്ദ്രനെ കാണാനൊക്കെ ആൾക്കാരോ പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടാണല്ലോ വരുന്നത്, ബാലചന്ദ്രൻ അത്രയ്ക്ക് വലിയ ആളാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഞങ്ങളുടെ മുമ്പിൽ ബാല നീ ഇപ്പം വലിയ ആള് തന്നെയാണ്, നിന്റെ കനിവ് ഞങ്ങൾക്ക് വേണം, അതുകൊണ്ട് നിന്റെ മുമ്പിൽ കാല് പിടിക്കേണ്ട അവസ്ഥയിൽ കാല് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പം, കാല് പിടിച്ചാൽ മാത്രം അങ്ങനെ ഞാന് വീഴുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അതെ, തെറ്റെല്ലാം ചെയ്ത് മനുഷ്യന് ഈ ഒരു അവസ്ഥയിൽ ചതിച്ച് ക്രൂരതയുടെ അവസാനം എത്തിപ്പിക്കുമ്പോ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത്? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, വൈജയുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ എന്റെ മുമ്പിലേക്ക് വന്നു പോകരുത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വൈജയുടെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വരുന്നത്, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അലീനയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോ, ഓഹോ അലീനയുടെ കാര്യമൊക്കെ നിങ്ങൾ സംസാരിക്കുവോ, അത് പിന്നെ കളിയാക്കൊന്നും വേണ്ട, എവിടെയാ ഞങ്ങൾക്കൊന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ സ്ഥലം പറയാം, ഇപ്പൊ ഞാൻ കുറച്ച് മീറ്റിംഗ് തിരക്കിലൊക്കെയാണ്, ഏതായാലും ഇതിപ്പം നിങ്ങൾക്കല്ലേ അത്യാവശ്യം, അപ്പൊ പിന്നെ ഞാൻ തന്നെ ഒരു സമയം പറയാം, ആ സമയത്ത് നിങ്ങൾ അത്രയും നേരം എന്താന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. ഭയങ്കര ഡിമാൻഡൊക്കെ ഇട്ട് ബാലചന്ദ്രൻ. ഏതായാലും ഈ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം വല്ലതും നടക്കുവോ ഗംഗേട്ടാ, നമ്മൾ വെറുതെ പോയ പോലെ ആകുവോ? ബാലന്റെ കാര്യം എനിക്കറിയാം, അവൻ അമ്പിലും വില്ലിലും അടുക്കുന്ന സാധനമല്ല എന്ന് പറഞ്ഞപ്പോ, അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നോക്കാം, എങ്ങനെയെങ്കിലും രമ്യതയിൽ നമ്മൾ മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ, കാരണം ഇത് നമ്മുടെ അത്യാവശ്യമല്ലേ എന്നൊക്കെ ഇവര് പറയുന്നുണ്ടേ. അപ്പൊ ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാലചന്ദ്രൻ പോയേക്കുന്നത് മീറ്റിങ്ങിനൊന്നും അല്ല, ബാലചന്ദ്രൻ സ്റ്റാൻലിനെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം തിരുവനന്തപുരത്ത് എങ്ങാണ്ടാണ് നമ്മുടെ സ്റ്റാൻലി ഉള്ളത് എന്ന് ഒരു അറിവ് കിട്ടിയത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയേക്കുന്നത്. അപ്പൊ അവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന് നമ്മുടെ സ്റ്റാൻലിനെ കുറിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും സ്റ്റാൻലിനെ നമ്മുടെ ബാലചന്ദ്രൻ ആദ്യം കണ്ടുപിടിക്കുവോ, അതോ ഇനിയിപ്പം അതിനു മുമ്പായിട്ട് തന്നെ ഗംഗാധര മേനോനും ശിവശങ്കര മേനോന്റെ ഒക്കെ ആ ഒരു തടയിടൽ നടക്കുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അപ്കമിങ് വിശേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും, ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതുപോലെ തന്നെ കമന്റും ഒരു ഹൈപ്പും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ നമ്മുടെ അലീനയുടെ എന്നത്തെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താട്ടോ ഇടുന്നത്. ഇപ്പൊ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ആ ചാനലിൽ ഒന്ന് പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വിശേഷവും നാളത്തെ വിശേഷവും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ അപ്കമിങ് വിശേഷം മാത്രമാണ് ഇടുന്നത്. അപ്പൊ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ നാളത്തെ കഥയായി ഈ പറയുന്നത്. ഇപ്പം രണ്ടുമൂന്ന് കമന്റ്സ് ഒക്കെ കണ്ടു, ഇത് ഇപ്പൊ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യമാണല്ലോ സംസാരിക്കുന്നത്, നടന്ന കാര്യങ്ങളോട് ഒരു സാമ്യവും ഇല്ലെന്ന്. അപ്പൊ ഇതിനിയിപ്പോ വരാൻ പോകുന്ന കഥയാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്, നമുക്ക് നാളത്തെ കഥയും ഇന്നത്തെ കഥയും റിയൽ സ്റ്റോറിക്കകത്താട്ടോ ഇടുന്നത്. ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ് ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് ഇപ്പൊ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾ
പുതിയ പുതിയ അപ്ഡേഷനുകൾ അപ്പം തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.